Hi everyone, welcome back to a new lesson. Friends, I know that you have been part of BMC English. Thank you so much for being with us. Anyway, in this lesson, I am going to teach you how to make yes or no questions in the simple future. And it is very easy to make yes or no questions, and that can be answered by a simple yes or no. അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം പരിചയപ്പെടാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നതാണ്. പ്രത്യേകിച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. ഇവിടെ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ ഓർ ഷാൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് B1 അഥവാ ബേസ് ഫോം ദി വെർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ആണ്. ഇനി ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ വിൽ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ നിർമ്മിക്കുന്നത്, ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഷാൽ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഷാൾ ഉപയോഗിക്കുന്നത് ടു മേക്ക് എ സജഷൻ ഓർ ടു മേക്ക് ഓഫേഴ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും സജഷൻ നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫർ നൽകുന്ന സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഷാളാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, സബ്ജക്റ്റ് ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഷാളാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? വിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരിക്കൽ കൂടെ പറയുന്നു, ഏതെങ്കിലും സജഷൻസ് നൽകാൻ അല്ലെങ്കിൽ ഓഫേഴ്സ് നൽകാനൊക്കെ നമ്മൾ ഷാൾ ഉപയോഗിക്കുക. അവിടെ സബ്ജക്റ്റ് ഏതായിരിക്കണം? ഐ അല്ലെങ്കിൽ വി. ഇനി മറ്റുള്ള ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് വില്ല് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ നിർമ്മിക്കാം. നോക്കൂ, വിൽ യു, വിൽ ദേ, വിൽ ഹി, വിൽ ഷീ, വിൽ ഇറ്റ്, വിൽ രവി. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ധാരാളം എക്സാമ്പിൾസിലൂടെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ആദ്യം ഷാൾ വെച്ചിട്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ഷാൾ. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ഷാൽ വി ഗോ ഫോർ എ വാക്ക്? നമുക്ക് നടക്കാൻ പോകാം, അല്ലേ? ഒരു സജഷൻ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഓക്സിലറി ഫോമായ ഷാള്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. അതിനുശേഷം V1. See the next one. Shall we take the children? Shall we take the children to the circus in the evening? നോക്കൂ, ഒരു സജഷന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വൈകുന്നേരം നമുക്ക് കുട്ടികളെ സർക്കസിന് കൊണ്ടുപോകാം, അല്ലേ? ഒരു സജഷനാണ്. സജഷൻ, കൊണ്ടുപോകാമോ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഷാൽ ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ? ഞാനൊരു കപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ, അല്ലേ? ഷാൽ ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണത്? ഓഫ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ദ നെക്സ്റ്റ് വൺ, ഷാൽ വി ഗോ ഫോർ എ പിക്നിക്? നമുക്കൊരു പിക്നിക്കിന് പോകാം എന്ന് ഒരു സജഷൻ നൽകുകയാണ്. ഓക്കെ, ഇനി മറ്റൊരർത്ഥത്തിലും കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന ആളുടെ ആഗ്രഹത്തെയോ അല്ലെങ്കിൽ താല്പര്യത്തെയോ അറിയാൻ വേണ്ടി നമ്മൾ ഷാൾ ഉപയോഗിക്കാറുണ്ട്. നോക്കാം, ഒരു എക്സാമ്പിൾ പരിചയപ്പെടാം. Shall I open the windows?
അതായത് ചില സമയത്ത് അല്ലേ റൂമിലൊരു ഫ്രഷ് എയർ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ചൂടായിരിക്കും. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ താല്പര്യത്തെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഷൽ ഐ ഓപ്പൺ ദ വിൻഡോസ്? അത് ശരിക്കും എന്താണ്? ഡു യു വാണ്ട് മീ ടു ഓപ്പൺ ദ വിൻഡോ? ഇതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് സന്ദർഭങ്ങളിലാണ് നമ്മൾ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിൽ എപ്പോൾ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, വിൽ. The first example, will he come tomorrow? നാളെ അവൻ വരുമോ എന്നാണ്. നോക്കൂ, ആദ്യം വന്നിരിക്കുന്നത് എന്താണ്? വിൽ എന്ന് പറയുന്ന ഓക്സിലറി ഫോം, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം എന്താണ്? V1. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വിൽ ഷീ സിംഗ് എ സോങ്? അവൾ ഒരു പാട്ട് പാടുമോ? ഓക്കെ, നെക്സ്റ്റ് വൺ, വിൽ ഇറ്റ് റെയിൻ ടുമോറോ? നാളെ മഴ പെയ്യുമോ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, വിൽ ദേ പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്? അവർ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുമോ? ഓക്കെ, ദെൻ വിൽ ഹീ കോൾ യു ടുമോറോ? നാളെ അവൻ നിങ്ങളെ വിളിക്കുമോ എന്നാണ്. ഓക്കെ, ഇനി ഇവയ്ക്കൊക്കെ നമുക്ക് യെസ് ഓർ നോ എന്ന തരത്തിൽ ഉത്തരവും കൊടുക്കാൻ പറ്റും. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. വിൽ ഹി കം ടുമാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യെസ് ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ യെസ് ഹി വിൽ അല്ലേ. നോ ആണെങ്കിലോ നോ ഹി വിൽ നോട്ട് അഥവാ വോണ്ട്. ഓക്കെ, ഈ ഒരു ശൈലിയിലാണ് ഉത്തരം കൊടുക്കുക. ഓക്കെ, നമുക്കതിൻ്റെ ഫുൾ ഫോം ആയിട്ടും പറയാം, ഫുൾ സെൻറ്റൻസ് ആയിട്ട് പറയാം. ഒന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, വിൽ ഷീ സിംഗ് എ സോങ്? യെസ് ഷീ വിൽ സിംഗ് എ സോങ്. നോ ആണെങ്കിൽ നോ ഷീ വോണ്ട് സിംഗ് എ സോങ്. ദ നെക്സ്റ്റ് വൺ, വിൽ ഇറ്റ് റെയിൻ ടുമാറോ? യെസ് ഇറ്റ് വിൽ റെയിൻ ടുമാറോ. നോ ആണെങ്കിൽ നോ ഇറ്റ് വോണ്ട് റെയിൻ ടുമാറോ. Then, will they play cricket in the evening? Yes, they will play cricket in the evening. No, they won't play cricket in the evening. ഇങ്ങനെ ആൻസറും പറഞ്ഞ് പരിശീലിക്കുക. ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് നിർമ്മിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നും കൂടെ ശ്രമിക്കണേ. The next one, will Ravi buy a new computer? രവി പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമോ എന്നാണ്. Then will she invite her friends? അവൾ അവളുടെ കൂട്ടുകാരെ ക്ഷണിക്കുമോ? ക്വസ്റ്റ്യൻ മാർക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദ നെക്സ്റ്റ് വൺ, വിൽ മഞ്ജു സിംഗ് എ സോങ്? മഞ്ജു ഒരു പാട്ട് പാടുമോ? അല്ലേ? ദ നെക്സ്റ്റ് വൺ, വിൽ ഹീ ക്ലീൻ ദ റൂം? അവൻ റൂം ക്ലീൻ ചെയ്യുമോ? Okay, the last example, will she attend the meeting? അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമോ? അപ്പോൾ ഇതിന് എസ് ഓർ നോ എന്ന തരത്തിൽ ആൻസറും കൂടെ കൊടുത്തേ. വിൽ രവി ബൈ എ ന്യൂ കമ്പ്യൂട്ടർ? യെസ് രവി വിൽ ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. ഇല്ലെങ്കിൽ നോ രവി വിൽ നോട്ട് അഥവാ won't അല്ലേ ബൈ എ കമ്പ്യൂട്ടർ. ദ നെക്സ്റ്റ് വൺ,
Will she invite her friends? Yes, she will invite her friends. No, she won't invite her friends. Will Manju sing a song? Yes, Manju will sing a song. No, Manju will not sing a song. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ നിർമ്മിക്കുക, എങ്ങനെയാണ് അവയ്ക്ക് ആൻസർ കൊടുക്കുക എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. If you like this class, please do not forget to give me a thumbs up, and if you haven't subscribed our channel, please subscribe it right now. I'll be back soon with another lesson. Till then,